അവനെന്താ പറ്റിയത്? സ്പോർട്സ്മാൻ എന്നല്ലേ പറഞ്ഞേ, രാവിലെ ഒന്ന് എഴുന്നേക്കുന്ന ശീലമില്ലേ? അച്ഛാ, അങ്ങനെ ദിവസവും രാവിലെ എഴുന്നേറ്റ് ട്രെയിനിങ്ങിന് പോവും. ഹീസ് ആൻ ഏർലി റൈസർ. സൺഡേ ആയതുകൊണ്ട് മാത്രം അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അവനെ പിടികിട്ടാൻ പാടാ. ആ ദേ എത്തിയല്ലോ, കണ്ടില്ലേ? 9 മണിയാവാൻ 2 മിനിറ്റ് മുമ്പേ എത്തി. വേണമെങ്കിൽ സമയം ചെക്ക് ചെയ്തോ. ഹലോ സർ. ഇറ്റ്സ് ഓക്കെ ഇരിക്കേ. അത് ശരി, ഇപ്പോഴും ആ ട്രഡീഷനൊക്കെ ഉണ്ടോ? അതുള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ, ബ്രിട്ടീഷുകാരെ പോലെ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ ഇന്ത്യൻ കൾച്ചറും ഫോളോ ചെയ്യുന്നു. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലെ ടൈം വെച്ചാണ് നമ്മുടെ വേൾഡിന് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമയത്തിന്റെ വില എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഗ്രേറ്റ് തോട്ട്. നോക്കുമോളെ, നന്നായിട്ട് നോക്ക്. ഇവനൊരു ഡയമണ്ട് ആണ്, ഡയമണ്ട്. ബൃന്ദേ, നീ എടുത്ത തീരുമാനമുണ്ടല്ലോ, അതിലെനിക്ക് പരിപൂർണ സമ്മതം. നോക്ക്, എന്റെ നമ്പർ സേവ് ചെയ്തേക്ക്. നമുക്ക് പിന്നെ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം. അല്ല, ഒരു മിനിറ്റ്. അച്ഛനെന്തിനാ ഇവരോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത്? എന്തായാലും ആദ്യം എന്നോട് പറ. അതായത് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, ഇംഗ്ലണ്ടുകാരങ്ങ് വലിയ ആൾക്കാരാണെന്നാ കരുതിയേ. അതുകൊണ്ടാ ബിപിൻ ബിഹാരി ചന്ദ്ര എന്നുള്ള എന്റെ പേര് BBC എന്ന് മാറ്റിയത്. പക്ഷെ അത് തെറ്റാ, വീണ്ടും എന്റെ പേര് മാറ്റണം. ആ ബ്രിട്ടീഷ് എന്നുള്ള വിചാരം എന്റെ തലച്ചോറിൽ നിന്ന് മാറ്റിയെടുക്കണം. ഷുവർ സർ. ഓ ഫൈൻ, താങ്ക് യു. ശരി, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കേ, ഞാൻ കുറച്ചു നേരം കോൾ ബ്രിഡ്ജ് കളിച്ചിട്ട് വരാം. ഇവിടെ ചെസ്സും ഉണ്ട്, വേണമെങ്കിൽ അതും കളിക്കാം. ഇന്ത്യൻ ഓറിജിൻ നോർത്ത് ഇന്ത്യയിലെ 6th സെഞ്ചുറിയിൽ കണ്ടുപിടിച്ചു. ഇതിനുശേഷം ഞാൻ കോൾ ബ്രിഡ്ജ് കളിക്കത്തേയില്ല. ഇന്നു മുതൽ ഞാൻ ചെസ്സാണ് കളിക്കാൻ പോകുന്നത്. ശരി, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാനിപ്പോ വരാം. അച്ഛാ, ബൃന്ദ, നിന്റെ ഡാഡി നീ പറഞ്ഞതിനേക്കാളും ഒരുപാട് സ്വീറ്റ് ആണല്ലോ. ആദ്യത്തെ ചാൻസിൽ എന്നെ പാസ്സായല്ലോ. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, ദിസ് ഈസ് അവർ ടാർഗറ്റ് ബോർഡ്. ബംഗാൾ നാഷണൽസ് ഒളിമ്പിക്സ് ഏതും ആയിക്കോട്ടെ, ഒരൊറ്റ തിയറിയേ ഉള്ളൂ: പ്രാക്ടീസ് ആൻഡ് മോർ പ്രാക്ടീസ്. നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം, മനസ്സിലായോ? കടക 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 കടക, കൈ അടിച്ചുകൊണ്ടിരിക്കണം. പിന്നൊരു കാര്യം, നിങ്ങളുടെ 2 കൈകളിലും 25 കിലോ ഭാരം ഉണ്ടെന്ന് കരുതുക. അപ്പോഴും നിങ്ങൾ നീന്തണം. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാമിന ഗൈസ്. നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാം. സ്വിമ്മിംഗ് ഒരു ഫൈറ്റ് പോലെയാണ്. പേടിയോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. തോറ്റുപോകുന്നുള്ള പേടിയോട് ഫൈറ്റ് ചെയ്യണം. മെഡലിനെ പറ്റി ഓർത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് മാത്രം ആലോചിക്കാം. എനിവേ, 100 meters ഫ്രീ സ്റ്റൈൽ സ്വിമ്മിംഗ്. പോൾ, ആർ യു റെഡി? യെസ് സർ. ബട്ടർഫ്ലൈ ബ്രസ്റ്റ് സ്ട്രോക്ക്. സോറ, ഷരഞ്ജിത്ത്, ആദി റെഡി? Yes, sir. ഗുഡ്. ബാക്കിയെല്ലാം വിട്ടേക്ക്. ആദ്യം നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്യണം. നിങ്ങൾ കാരണമാണ് ഞാൻ ഫൈനൽ ലിസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലബ് കമ്മിറ്റി അല്ലേ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്? കോച്ച് മാനേജ്മെന്റിനോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാറില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. ഇതാ നോക്ക്, ഞാനൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് ജോലിക്ക് വേണ്ടി ധാരാളം കോച്ചസിൻ്റെ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. ഇവരെല്ലാവരും ഓരോ രീതിയിലും കഴിവ് തെളിയിച്ചവരാണ്. ഇവരൊന്നും ഒരു സാധാരണ കോമ്പറ്റീഷനിലൊന്നും ജയിച്ചു വന്നവരല്ല. എല്ലാവരും റെക്കഗ്നൈസ്ഡ് കോമ്പറ്റീഷനിൽ ജയിച്ചവരാ. സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഓക്കെ അല്ലെങ്കിൽ എന്നോടത് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു പോയേക്കാം. ഇതാ നോക്ക്, നിന്നെ പോലെ എനിക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല. എന്താ മനസ്സിലായോ? ചില മെമ്പേഴ്സിനെ നീ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും നിന്നെ വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുമല്ലേ. ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും നീ ഇങ്ങോട്ട് വരില്ലല്ലോ. സോണൽ കോമ്പറ്റീറ്ററിന്റെ പേര് പോലും നീ റിജക്ട് ചെയ്തു. നിന്റെ ഇഷ്ടത്തിന് പ്ലേയേഴ്സിന്റെ പേരെല്ലാം നീ മാറ്റിക്കൊണ്ടിരിക്കുക. എന്റെ ഏതെങ്കിലും ഒരു റെക്കമെൻഡേഷൻ നീ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? പറ. ചെയ്തിട്ടില്ലല്ലോ. നീ നിന്നെപ്പറ്റി എന്താ കരുതിയിരിക്കുന്നേ? നീ വെള്ളത്തിലല്ല നീന്തുന്നത്, നീ കാറ്റിലാണ് നീന്തുന്നത്. സാർ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഫ്ലോട്ടേഴ്സ് ആവണമെങ്കിൽ അതിന് ബേസിക് ആയിട്ട് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. പക്ഷെ അവർക്കതൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഡൊണേഷന് വേണ്ടി എനിക്ക് ടാലന്റ് ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നന്നായിട്ടൊന്ന് ആലോചിക്ക്. ഈ സീസൺ തീരുന്നതിന് മുമ്പ് അഭിപ്രായം പറയണം. നീയേ ഇവരെ പറ്റിയൊക്കെ ആലോചിച്ചാലേ നിന്റെ കുടുംബം, പിന്നെ നിന്റെ അമ്മയുടെ സർജറി, പിന്നെ സഹോദരിയുടെ സംരക്ഷണം, അതെല്ലാം മുകളിൽ ആകാശത്തുള്ള ദൈവം ഒന്നും ചെയ്യില്ലല്ലോ. ഒരു കാര്യം എനിക്കറിയാം, നിങ്ങളില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാധിക്കില്ല. എൻ്റെ അനിയത്തിയെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാനും പറ്റില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
എൻ്റെ ജോലിക്കും ലക്ഷ്യത്തിനും നിരക്കാത്ത കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണുമായിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള സ്വിമ്മേഴ്സ് ഉണ്ട്. ഇവിടെ യുദ്ധം കാറ്റുമായിട്ടല്ല, വെള്ളവുമായിട്ടാണ്. വെള്ളത്തിനകത്ത് മുതലയുണ്ടെന്ന് പറഞ്ഞു തന്നെ ഞാൻ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഉറപ്പായിട്ട് അവർ പോരാടും, ജയിക്കുകയും ചെയ്യും. ഇത് നീന്തലാണ് സാർ, നെഞ്ചുറപ്പും വേണം. ശരിയല്ലേ സാർ? കമോൺ ബോയ്സ്, ലെറ്റ്സ് മൂവ്. കമോൺ കമോൺ. എടാ വിനായ്, എന്താ ഏട്ടാ? ഇവന്റെ ആ ചിറ്റപ്പൻ എപ്പോഴാ വരുന്നത്? ഏയ്, രാവിലെ തൊട്ട് വിളിയൊന്നും കണ്ടില്ലല്ലോ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് മറന്നോ നീ? എന്തോന്നേട്ടാ ഈ പറയുന്നത്? നിങ്ങളുടെ ബർത്ത്ഡേ ഞാൻ മറക്കുവോ? കൗൺസിലറിൽ MLA എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളല്ലേ. ഫണ്ട്സ് മൊത്തം കളക്ട് ചെയ്തിട്ടേ ഡോളറായിട്ട് അങ്ങ് അയച്ചേക്കാം. ആ, ഇതാണ് നിന്റെ അടുത്തുള്ള വലിയ പ്രശ്നം. മര്യാദയ്ക്ക് പോയി നിന്റെ പണി നോക്ക്. എന്താ ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നീ സംസാരിച്ചു തീർക്കോ വരട്ടി തീർക്കോ, എനിക്ക് ആ വീട് എന്തായാലും വേണം. നിനക്കെല്ലാം അറിയാലോ, നിന്റെ അടുത്ത് പവറും ഉണ്ടല്ലോ. എന്തുകൊണ്ടാ നീ ഇതുവരെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നേ? 10 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എത്തിയേക്കാം. അപ്പൊ നീ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൂടെ അവിടെ കാണണം കേട്ടോ. ഇപ്രാവശ്യം കൺട്രോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ കളി മൊത്തം പിടിവിട്ടു പോവും. ബൈ. ഇയാൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. ഫേക്ക് ഡോക്യുമെന്റ് വെച്ച് ആ വീട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നോക്കുക. ഒപ്പം തന്നെ അഹങ്കാരവും. അവന്റെ ജീവിതം ഞാൻ നശിപ്പിക്കാതെ വെറുതെ വിടില്ല. അല്ലെങ്കിൽ എന്റെ പേര് അർണാബ് റായ് എന്നല്ല. Arriving Kolkata next week. Please talk to sister-in-law. Ending matters needs to be solved this time. Whatever things we need to settle, please clear. Uncle. അദ്ദേഹം എന്നോടും ഫോണിൽ സംസാരിച്ചിരുന്നു. എപ്പോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങേര് എന്താ പറഞ്ഞേ? വേറെന്തു പറയാനാ, അതേ കാര്യം തന്നെ. എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളെ എന്നിൽ നിന്നും അകറ്റാൻ പാടില്ലെന്ന്, എന്താവശ്യമുണ്ടെങ്കിലും മടിക്കാതെ ചോദിക്കണമെന്ന്, വേഗം തീരുമാനം എടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ അദ്ദേഹത്തിന് ഈ വീട് വേണം മോനെ. മുത്തശ്ശൻ എന്തോ എഗ്രിമെന്റ് സൈൻ ചെയ്തെന്നുള്ള കാര്യം ഞാൻ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങേരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ബൃന്ദയുടെ അച്ഛനായിട്ടും സംസാരിച്ചാലോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമം അറിയാവുന്ന ആളായിട്ട് സംസാരിക്കുന്നത് നല്ലതല്ലേ? നിന്റെ മുത്തശ്ശൻ ആരാന്ന് നിനക്കറിയോ? അദ്ദേഹം ഉള്ളിടത്തോളം കാലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ. പക്ഷെ അദ്ദേഹം അമേരിക്കയിൽ പോയ ശേഷം നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയത്. പിന്നെ വയ്യാതിരുന്നപ്പോൾ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഗോപു നിനക്ക് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് അവിടെ വരുമെന്ന്. കാരണം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. അതുകൊണ്ട് ഈ വീട് പണയപ്പെടുത്തല്ലാതെ വേറെ ഒരു വഴിയില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാ നിന്റെ മുത്തശ്ശൻ നിന്റെ അച്ഛന്റെ പേർക്ക് ഇത് എഴുതി വെച്ച് അത് പണയപ്പെടുത്തിയത്. അച്ഛനെല്ലാ ലോണും അടച്ചതല്ലേ, പിന്നെന്താ? കാര്യം അതല്ല മോനെ. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം കാറും ബംഗ്ലാവും ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ അച്ഛനൊന്നുമില്ല. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഗോപുവിനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. കുറച്ചെങ്കിലും പണം അയക്കാൻ കേണപേക്ഷിച്ചു. പക്ഷെ അവൻ അയച്ചില്ല. ഞാൻ നിന്നോടൊരു പ്രധാന കാര്യം പറഞ്ഞില്ല. ആ സമയത്ത് നീ ഞങ്ങളോടൊപ്പം അല്ലാതെ പൂനെയിൽ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ ഇവിടെ വന്ന് എന്റെ അടുത്തു നിന്നും വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഏട്ടത്തി, ഞാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് റെഡിയാക്കാം, വിസ റെഡിയാക്കാം, നിങ്ങളെ സർജറിക്ക് ഫോറിനിൽ കൊണ്ടുപോകാം. ഞാൻ എപ്പ ചോദിച്ചാലും ഇതാ പറയാ. അതെന്താന്ന് വെച്ചാ NOC, പവർ ഓഫ് അറ്റോർണി, ഇതുപോലുള്ള വാക്കുകളാ പറയാ. അതെന്താന്ന് എനിക്കറിയില്ല. അമ്മ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നേ? അമ്മ, എനിക്ക് ഈ കോൺസ്പിറസിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഡാ നോക്ക്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ഈ വീട് കൈക്കലാക്കണോന്ന് നിന്റെ ചിറ്റപ്പൻ മാത്രമല്ല ആഗ്രഹിച്ചിരുന്നത്, ഈ നാട്ടിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ ചേച്ചി, ചേട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ സമ്മതിച്ചേ പറ്റൂ. ചേട്ടനോ? അതാരാ? ചേച്ചി, ഈ നാടിനൊരു ചേട്ടനേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ ആർണബ് ദത്തയാണ് ഈ നാട്ടുകാരുടെ ചേട്ടൻ, നമ്മുടെ MLA. ഓഹോ, ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാം.
ഇപ്പോ ഇലക്ഷന്റെ സമയമൊന്നും അല്ലല്ല അതിനല്ല ചേച്ചി, ഞാനിവിടെ വോട്ട് ചോദിക്കാനല്ല വന്നേ. നിങ്ങൾ ഒന്നിനെ പറ്റിയും വിഷമിക്കണ്ട, ചേട്ടൻ നിങ്ങളുടെ എല്ലാ കാര്യവും ശരിയാക്കിയേക്കും. അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് അത് പറ. ചേച്ചി, മിസ്റ്റർ ഗോപു ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അനിയൻ, അവൻ ആളത്ര ശരിയല്ല. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞതായിരുന്നു, ഇങ്ങോട്ട് നോക്കിയേ, തീർച്ചയായിട്ടും എല്ലാ കാര്യവും നീ തന്നെ നോക്കണമെന്ന്. ഈ വീട് വളരെ വലുതല്ലേ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ വളരെ കഷ്ടമായിരിക്കുമെന്നേ. അതുകൊണ്ട് ഈ വീട് അങ്ങോട്ട് ഇടിച്ചിട്ട് ഒരു 5 ഫ്ലോറിലുള്ള ബിൽഡിംഗ് അങ്ങോട്ട് കെട്ടിയേക്കാം. എന്താ? അപ്പൊ മൊത്തം 5 ടവറില് 3 ഫ്ലാറ്റ് വീതം വരും. എന്ന് വെച്ചാ മൊത്തത്തിൽ 45 ഫ്ലാറ്റോളം വരും. ഇതിന് അദ്ദേഹം ഓക്കെ പറഞ്ഞു. നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രാജ്പൂരിലോ അല്ലെങ്കിൽ സോനാർപൂരിലോ ഒരു നല്ല ഫ്ലാറ്റ് മേടിച്ചു തരാന്നേ. വെറും ഫ്ലാറ്റ് മാത്രമല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റും നടത്താം. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലാൻ. ബീനെ, താഴെ പോയിട്ടേ ആ വാതിൽ അങ്ങ് തുറന്നിട്ടേക്ക്. ഇവർക്ക് പോവാൻ സമയമായി. സത്യം പറഞ്ഞാ നിന്റെ മുത്തശ്ശൻ അച്ഛന്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതുകൊണ്ട് ഇവരെല്ലാം നമ്മളോട് പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മോനെ. പക്ഷെ നിന്റെ അച്ഛൻ മാത്രമേ ഇവിടെ കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ മോനെ. ചികിത്സിക്കാം എന്നൊക്കെ അവര് പറഞ്ഞത് വെറും കള്ള. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ മുത്തശ്ശന്റെ അവസാന ആഗ്രഹം എന്തായിരുന്നെന്ന്? ഈ വീട് വിൽക്കണമെന്നായിരുന്നു. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോണെന്ന്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. അത് പറ്റില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? എല്ലാം ഞാൻ നോക്കിക്കോളാം, പണയം ഞാൻ തിരിച്ചെടുത്തോളാം, വീട് പുതുക്കി പണിയാന്നും പറഞ്ഞു. നിന്റെ അച്ഛന്റെ ഓർമ്മയുള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഈ വീടൊരു കണ്ണാടി പോലെയാ. അങ്ങനെയുള്ളപ്പോ ഈ കണ്ണാടി ഞാൻ തന്നെ തകർത്ത് കളയോ? എന്താവോ എന്തോ. അതൊന്നും സാരമില്ല അമ്മേ, ഈ വീട് എപ്പോഴും നമ്മുടേതായിരിക്കും. അമ്മയുടെയും അച്ഛൻ്റെയും